അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംഗീതത്തെ എണ്ണിയിട്ടുള്ളത് എന്തിൻ്റെ കൂടെയാണ്? പുരുഷന്മാർക്ക് പട്ടിനെ പറഞ്ഞു കൊടുത്ത് യസ്തഹില്ലൂനൽ ഹിർറ വൽ ഹരീറ വൽ മആസിഫ് എന്നാ പറഞ്ഞത്. വ്യഭിചാരത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയ സാധനമാണ് സംഗീതം. അപ്പൊ ഇനി വ്യഭിചാരം ഇയാൾക്ക് സുന്നത്താവെന്ന് അറിയില്ല. കാരണം അനന്ത സാധ്യതകളുള്ള ഇതെന്ന് പറഞ്ഞത് അനന്ത സാധ്യതകളാണ്. കാരണം സിനിമ ഹലാലാകണോടുകൂടി അതൊക്കെ ഞാൻ ഹലാലായിക്കോളും. അപ്പൊ കാരണം ഇടക്കാലത്ത് ഇവിടുത്തെ സിനിമന്റെ ആൾക്കാരെല്ലാം കൂടി കോടതി പോയതും അതിന് വേറെ കമ്മീഷനെ വെച്ചതും അതിൻ്റെ ഉള്ളിൽ നടന്ന ചർച്ചകളൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ടാണ് ഇനി അതും ഞാൻ എന്താക്കണം, ഇയാൾക്ക് ഹലാലാക്കണം. അപ്പം തന്നെ യസ്തഹില്ലൂനൽ ഹിർറ വൽ ഹരീറ അതുപോലെ മആസിഫ എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി കണ്ട് ഇങ്ങനെ കുറേ ജന്തുക്കൾ വരും. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ എന്താക്കും, ഹലാലാണെന്ന് പറയും. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സതഫ്തരിക്കു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് ഇങ്ങനെ കക്ഷികളായി തിരിയുന്നതാണ്. യൂതന്മാരും ക്രൈസ്തവരൊക്കെ കക്ഷികളായി തിരിഞ്ഞതുപോലെ അതിലെല്ലാവരും എന്താവും, കുല്ലുഹും ഫിന്നാർ ഇല്ല വാഹിദ എന്ന് പറഞ്ഞു. ഒരു വിഭാഗം മാത്രമേ എന്താവുള്ളൂ സ്വർഗത്തിലുണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും നരകത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ ഈ നരകത്തിൻ്റെ ആളുകൾ ആരായിരിക്കും എന്ന് ചില റിപ്പോർട്ടുകളിൽ ചോദ്യമുണ്ട്. സ്വർഗത്തിൻ്റെ ആളുകൾ ആരായിരിക്കും എന്ന് വെച്ചാൽ എന്താണ് മാ അന അലൈഹി വസ്ഹാബി എന്നൊക്കെ കാണാൻ കഴിയും. മറ്റേതാരാന്ന് ചോദിച്ച സമയത്ത് യഖീസുനൽ ഉമൂർ അല റഈഹിം അല്ലെങ്കിൽ യഖീസുനൽ ഉമൂർ ബി റഈഹിം, അവരവരുടെ അവരുടെ സ്വന്തം ബുദ്ധി വെച്ചുകൊണ്ട് മതകാര്യങ്ങൾ അവർ അളക്കും. എന്നിട്ട് അവർ ചെയ്യണ പണി എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ഹലാലാണെന്ന് പറഞ്ഞൊക്കെ ഹറാമാണെന്ന് പറയും, ഹറാമാണെന്ന് പറഞ്ഞതൊക്കെ ഹലാലാണെന്ന് പറയും. ഇതേ മനുഷ്യനാണ് അള്ളാഹു എന്താണ് പറയുക അതായത് സമ്പന്നർക്ക് നിർബന്ധമാക്കിയ ഉലൂഹിയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഹറാമാണ്. മനസ്സിലായില്ലേ? ഇനി മൂപ്പര അങ്കുലി പരിമിതത്തിൽപ്പെട്ട ചിലപ്പോൾ ഹറാമൊന്നും ഉലൂഹിയത്ത് ഇറക്കലേക്കാരം. മനസ്സിലായില്ലേ? ഇയാൾ അങ്കുലി പരിമിതം എന്നാണ് പറഞ്ഞത്. ഇമാം ദഹബി റഹിമഹുല്ലക്ക് അൽ ഖബായിർ എന്ന് പറഞ്ഞൊരു കിതാബ് തന്നെ ഉണ്ട്, വൻപാപങ്ങൾ എന്ന്. ഇമാം ദഹബിനെ പണ്ഡിതനായി കാണുമെന്നറിയില്ല, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹറാമുകൾ ഒന്നിച്ചുണ്ടാക്കിയ പണ്ഡിതന്മാരെ കൂട്ടത്തിലാണ് ഇയാളെ എണ്ണമെന്നും അറിയില്ല. ഇമാം ദഹബി റഹിമഹുല്ല അൽ ഖബായിറിൽ പറഞ്ഞത് ഏതെങ്കിലും ഹലാല? എന്നാൽ അള്ളാഹു നമുക്ക് അനുവദിച്ച് തന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ കുറവാണ്. അതായത് അങ്കുലി പരിമിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ പറ്റേ എന്താക്കാൻ, നിസ്സാരമാക്കാൻ പറ്റുന്ന. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹലാൽ ഉണ്ടാക്കുന്നത് പണ്ഡിതന്മാരല്ല, ഹറാം ഉണ്ടാക്കുന്നത് പണ്ഡിതന്മാരല്ല, അത് അള്ളാഹുവാണ് ഉണ്ടാക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കുന്ന പണി നബിക്കാണ്. പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ മറ്റു ഹേതുവൊക്കെ നോക്കി അത് ഏതിലേക്കാണോ ചേർന്ന് വരുന്നത് ആ ചേർന്ന് വരുന്നതിൻ്റെ ഹുക്കും എന്താക്കും ആധുനിക ലോകത്തുള്ള പണ്ഡിതന്മാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയും. ഒരു ഹുക്കുമുണ്ടാക്കലല്ല, അങ്ങനെ ഹുക്കുമുണ്ടാക്കലല്ല. അത് ആ രംഗത്ത് അങ്ങനെ തന്നെ നമ്മൾ എന്താക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്.